ദേവാലയത്തിനകത്തേക്ക് കടന്നിരിക്കുക. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഈ നാടിൻ്റെ പ്രിയപുത്രനായിരിക്കുന്ന MLA ശ്രീ മോൻസ് ജോസഫ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പൊതുസമ്മേളനത്തിൻ്റെ എല്ലാവിധമായ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുവാൻ വിധം നമ്മുടെ കുര്യൻ മാത്യു വടക്കേ പറമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും. ത്രിയേക ദൈവത്തിന്റെ സ്തുതി. മുട്ടിച്ചിറയിൽ യാക്കോബായ സുറിയാനി സഭയുടെ അനുഗ്രഹവും അഭിമാനവുമായി നടത്തപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് ജാക്കബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ റിട്രീറ്റ് ആൻഡ് ഗൈഡൻസ് സെന്റർ പ്രധാന പെരുന്നാൾ അന്ത്രോസ്ലിഹായുടെ നാമത്തിൽ ഈ സെന്ററിനെ കുറിച്ചുള്ള ആശയത്തിൻ്റെ ഉറവിടവും അതിനുവേണ്ട പ്രചോദനമെല്ലാം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയും പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ സെക്രട്ടറിയുമായ അഭിവന്യ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പെരുന്നാൾ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെട്ട് പൊതുസമ്മേളനത്തിലേക്ക് കടന്നു വരികയാണ്. ക്രൈസ്തവ ധർമ്മം മാനവ സേവയാണെന്നുള്ള വലിയ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ യോഗങ്ങളിലും അനേക സഹായ ധനങ്ങളുടെ വിതരണം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ജയ്മോനച്ചൻ ഈ വർഷവും അക്കാര്യത്തിന് ഒരുപാട് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചതിനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ പൊതുസമ്മേളനം ഇപ്പോൾ ആരംഭിക്കുകയാണ്. അഭിവന്യ തിരുമനസിന്റെ അനുവാദത്തോടുകൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധ്യനായ MLAയുടെ തിരക്കുകൂടെ കടക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ യോഗം ആരംഭിക്കുന്നു. യോഗത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ഗൈഡൻസ് സെന്ററിന്റെ എല്ലാമായ നമ്മുടെ എല്ലാമായ ഈ ദേശത്തിന്റെ അഭിമാനമായ ജയ്മോൻ പുത്തൂർകൂടിലച്ചനെ നല്ലൊരു കയ്യടിയോടുകൂടെ സ്വാഗത പ്രസംഗത്തിനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യും. ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടെ തൊട്ടടുത്ത് ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് ജനപ്രതിനിധികൾക്ക് ഉടനെ മടങ്ങിപ്പോകേണ്ടത് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അഭിവന്യ തിരുമേനിയുടെ അനുവാദത്തോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വിധം ഈ നാടിൻ്റെ അഭിമാനമായിരിക്കുന്ന ഏറ്റവും ആദരണീയനായിരിക്കുന്ന അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിക്കുന്ന ഇത്രയും ആദരണീയനായിരിക്കുന്ന ശ്രീ PV സുനിലിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിന്റെ മെമ്പറും പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന ഇത്രയും ആദരണീയായിരിക്കുന്ന ശ്രീമതി ജിൻസി എലിസബത്ത് അവരെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എഴുത്തുകാരിയും കവിയത്രിയും അധ്യാപികയും ആയിരിക്കുന്ന എൻ്റെ ഗുരുനാഥയുമായിരിക്കുന്ന വത്സമ ടീച്ചർ ഒരു പകൽ വീട് നടത്തുന്നു. അതോടൊപ്പം ഈ കടുത്തുരുത്തിയിലും മുട്ടിച്ചിറയിലുമായിട്ട് അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ടീച്ചറിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായിട്ട് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ക്ഷണിക്കുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇരിക്കുക. പിതാവും കൂടെ വന്നിട്ട് നമ്മൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. 2 വാക്ക് ഞങ്ങളെല്ലാം പെട്ടെന്ന് പറയുന്നതാണ്. നമ്മുടെ ഈ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായും മുഖ്യാതിഥിയായും പങ്കെടുക്കുന്ന അഭിവന്യ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി,
സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഫാദർ ജയ്മോൻ പുത്തൂർക്കുടിയിൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ, കടുത്തുരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത്, നമുക്കെല്ലാം പ്രിയപ്പെട്ട മത്സമ്മ ടീച്ചർ, സ്നേഹം നിറഞ്ഞ ഡോക്ടർ എഡിസൺ ഫിലിപ്പ്, ഫാദർ ജോസഫ് തെക്കേക്കര, സ്നേഹമുള്ള മറ്റ് വൈദിക സിസ്റ്ററെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സെന്റ് ആൻഡ്രൂസ് യാക്കോബായ സിറിയൻ ക്രിസ്ത്യൻ കോൺഗ്രിഗേഷന്റെ മുട്ടുചിറയിലെ ഈ ഒരു സെന്റർ നമ്മുടെ ഈ പള്ളിയോടനുബന്ധിച്ച് വിവിധ ചാരിറ്റികളുടെ ഉദ്ഘാടനം പ്രധാന തിരുനാളിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സഹായകരമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ജയ്മോൻ പുത്തൂർക്കുടിലെ അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമാണെന്ന് ഞാൻ കരുതുകയാണ്. ചെറിയ പ്രദേശത്ത് വന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച നിമിഷം മുതൽ ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരെയും വിഷമിക്കുന്നവരെയും ചേർത്ത് നിർത്തുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് പരമാവധി ഉപകാരപ്രദമായ നിലയിൽ ഈ ദേവാലയത്തെ മാറ്റിയെടുക്കുവാനും തീക്ഷ്ണമായി പ്രവർത്തിക്കുന്നതാണ് ജനപ്രതികൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും അടുത്ത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാം എപ്പോഴും എന്നതുപോലെ അസംബ്ലിക്കും ഈ ചടങ്ങുകൾ സാക്ഷ്യമാണ്. അഭിനന്ദ തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ ഈ നമ്മുടെ യോഗത്തിലേക്ക് പ്രത്യേകമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ അധ്യക്ഷതയിലാണ് ഇന്ന് ഈ ചെറിയ യോഗം നടക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ മുട്ടിച്ചിറ സ്കൂളിന്റെ ജൂബിലി ആഘോഷം നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം അവിടെ 9:45 അതിന്റെ സ്വീകരണം ഘോഷയാത്രയും ഒക്കെ അവർ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് ചെല്ലേണ്ട സാഹചര്യം, പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും തിരുമേനി ഇന്ന് ഇവിടെ വരികയും പള്ളിയിൽ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഇതോടനുബന്ധിച്ച് ചെറിയൊരു ചടങ്ങ് ചാരിറ്റി ചടങ്ങ് കൂടി ഉണ്ട് എന്ന് ജയ്മോനച്ചൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ സമയം ക്രമീകരിച്ച് എല്ലാവരും കുർബാന തീരുന്ന സമയത്ത് ഇവിടെ വരാം എന്ന് വാക്ക് കൊടുത്തു. ആ വാക്ക് പാലിച്ചുകൊണ്ടാണ് എല്ലാവരും പള്ളി വരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കി കാര്യങ്ങൾ അഭിനന്ദ തിരുമേനിയുടെ അനുവാദത്തോടെ മറ്റ് യോഗങ്ങളിൽ പോകുന്നതായി കണക്കാക്കി തിരുമേനിയെ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിനന്ദ തിരുമേനിയോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ജയ്മോനച്ചനെ പ്രത്യേകം ഞങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുന്നു. അച്ഛൻ ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നാട്ടിൽ ഒരുപാട് പേർക്ക് ഉപകാരമാണ്. കടുത്തുരുത്തി പഞ്ചായത്ത് തന്നെ ഇതിൽ ഒരു ഗുണഭോക്താവായിട്ടാണ് നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരെല്ലാം പങ്കെടുക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ ഉൾപ്പെടെ പ്രാദേശികമായി കടുത്തുരുത്തിയിലെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കുമ്പോൾ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഈ യോഗം അഭിമന്യ തിരുമേനിയുടെ അനുഗ്രഹ ആശംസയോടെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അടുത്തതായി നമ്മുടെ MLA
എനിക്ക് പോകേണ്ടത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു കൈയടിയോടുകൂടെ ഈ സെൻ്ററിനെ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ തൻ്റെ സേവനം കൊണ്ട് സ്ഥാനം നേടിയ പ്രിയപ്പെട്ട മോൻസ് ജോസഫ് MLA-യോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. അടുത്തതായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ PV സുനിൽ, അദ്ദേഹം ഈ സമയത്ത് പ്രഭാഷണം നിർവഹിക്കുന്നു. തുടർന്ന് ചാരിറ്റികളെ വിതരണം ചെയ്യുന്നതായിരിക്കും. അഭിവന്ദ്യ ഡോക്ടർ തോമസ് മോർ തിമോത്തിയോസ് മെത്രോപൊലീത്ത തിരുമേനി, ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA അവറുകൾ, ഇവിടെ സന്നിഹിതയായ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീമതി ജിൻസി എലിസബത്ത്, നമുക്കെല്ലാം ഏറെ ബഹുമാനിയായ ശ്രീമതി വത്സമ്മ ടീച്ചർ, ഷെവലിയർ ചാക്കോ കിഴക്കേക്കര, ഇവിടെ നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട വികാരി ഫാദർ ജീമോൻ പുത്തൂർക്കുടിലിൽ, ഡോക്ടർ എബിസൺ ഫിലിപ്പ്, ഇവിടെ സന്നിഹിതരായ മറ്റ് ഏറെ ബഹുമാന്യരെ, സ്നേഹമുള്ളവരെ, സെന്റ് ആൻഡ്രൂസ് ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ ഇവിടെ ഏതാണ്ട് 5 വർഷത്തിലേറെ കാലമായി പ്രവർത്തിച്ചു വരികയാണ്. ഇന്നിപ്പോ നമ്മളിവിടെ തിരുനാൾ ആഘോഷം ഉൾപ്പെടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി തിരുനാളും അതുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളുമെല്ലാം നടന്നു വരികയാണ്. ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളും തുടങ്ങിയ കാലം മുതൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ അനുദിനം ഓരോ ചടങ്ങുകളും നിരന്തരമായി ഇവിടെ സംഘടിപ്പിച്ചു വരുമ്പോൾ അനുദിനം ഇവിടെ ജനങ്ങളുടെ സാന്നിധ്യം ഏറി വരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. തിരുനാൾ ആഘോഷ പരിപാടികളെ സംബന്ധിച്ച് അച്ഛൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി വളരെ പരിമിതമായ സൗകര്യങ്ങളോടു കൂടിയാണ് മുട്ടേറയിൽ ഒരു വാടക കെട്ടിടത്തിൽ, അഥവാ നേരത്തെ പോളിടെക്നിക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു റൂമിലാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അത് ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് അശരണരായവരുടെ, ദുരിതമനുഭവിക്കുന്നവരുടെ എല്ലാം ഒരു ആശ്രയ കേന്ദ്രമായി മാറി. അവരുടെ എല്ലാം നല്ല പിന്തുണയോടുകൂടി മികച്ച നിലയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ സംഗതിയാണ്. അച്ഛൻ്റെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമുഖമായ പ്രവർത്തനങ്ങളാണ് ഈ പള്ളിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരിക. അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ്. കൂടുതൽ മികച്ച നിലയിൽ ആ പ്രവർത്തനങ്ങളും സേവനങ്ങളും നൽകാൻ ഇടയാവട്ടെ. ഇപ്പൊ ചാരിറ്റി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം ഇപ്പോൾ നമ്മുടെ പാലിയേറ്റീവ് ഉപകരണങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്തിന്, നമ്മുടെ PHSക്ക് എല്ലാം വിതരണം ചെയ്യുന്നതിൽ ഒരുപക്ഷെ മറ്റാരേക്കാൾ മികച്ച നിലയിലുള്ള ഒരു ഇടപെടലാണ് അച്ഛൻ്റെ നേതൃത്വത്തിലൂടെ നടത്തി വരിക. വത്സമ്മ ടീച്ചർ ഉൾപ്പെടെ, ഈ വികാരി അച്ഛൻ്റെ ടീച്ചർ കൂടിയാണ്, അധ്യാപിക കൂടിയാണ് വത്സമ്മ ടീച്ചർ. വത്സമ്മ ടീച്ചർ മിക്കവാറും എല്ലാ ചടങ്ങുകളിലും അച്ഛന് വിദ്യാഭ്യാസ കാലത്ത് കൊടുത്ത പിന്തുണയും വാത്സല്യവും സ്നേഹവും തുടർന്ന് നൽകിക്കൊണ്ടാണ് വത്സമ്മ ടീച്ചറും അതുപോലെ നമ്മുടെ മുട്ടുചിറയിലെ ഡോക്ടർ എബിസൺ ഫിലിപ്പും എല്ലാം ഈ കാര്യത്തിൽ മികച്ച നിലയിൽ പിന്തുണയുമായി ഇടതും വലതും, ഇടതുവശത്തും വലതുവശത്തും, ഇടതും വലതും എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും, ഇടതുവശത്തും വലതുവശത്തും അച്ഛനെ പിന്തുണയായി നിന്നുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തെ കൂടുതൽ മികച്ച സേവനം കൊടുക്കാൻ പ്രാപ്തമാക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകമായി എന്നും സ്മരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇപ്പോൾ അഭിവന്യ തിരുമേനിയും അതോട് ചേർന്ന് ശ്രീ PV സുനിലും ചേർന്ന് കടുത്തുരുത്തി പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയറിലേക്ക് ഉള്ളതായ വോക്കർ ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് വേണ്ടി ഏറ്റുവാങ്ങുന്നു. തുടർന്ന് മറുപടി പ്രസംഗം ശ്രീമതി ജിൻസി എലിസബത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, നിർവഹിക്കും. നമുക്കൊരു നല്ല കൈയടിയോടുകൂടെ ശ്രേഷ്ഠമായ ഉദ്യമത്തെ അഭിനന്ദിക്കാം.
മറുപടി പ്രസംഗം ശ്രീമതി ജിൻസി എലിസബത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഇവിടെ ഇടങ്കയും വലങ്കയും എന്നൊക്കെ പറഞ്ഞപ്പോ കുര്യാക്കോസേട്ടന്റെ കാര്യം ഞാൻ വിട്ടുപോയത് സാന്നിധ്യമില്ലാതെ കുര്യാക്കോസേട്ടനും വളരെ ഹൃദ്യമാകുന്ന വിധത്തിൽ നല്ല പോലെ ഇടപെട്ടാണ് പോകുന്നത്. അതും എനിക്കുണ്ട്. ഇന്നത്തെ പൊതുസമ്മേളനത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ തോമസ് മോർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് അവർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ PV സുനിൽ അവർ, പ്രിയപ്പെട്ട ജെയ്മോനച്ചൻ, ഫാദർ ജോസഫ് തെക്കേക്കര, പ്രിയപ്പെട്ട വത്സമ്മ ടീച്ചർ, കോർഡിനേഷൻ സെക്രട്ടറി ഡോക്ടർ എബിസൺ ഫിലിപ്പ് ഉൾപ്പെടെ ബഹുമാന വൈദിക ശ്രേഷ്ഠ, ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ തിരുനാൾ നടന്നു വരികയാണ്. തിരുനാൾ ഇന്ന് സമാപനമാണ്. വളരെ ദൂരദേശത്തു നിന്ന് പോലും ഒട്ടനവധി ആളുകൾക്ക് ഈ തിരുനാളിൽ പങ്കെടുക്കാൻ, ഞാനും ഒരു ദിവസം വന്നിരുന്നു, പങ്കെടുക്കാനും സാധിച്ചു. അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങാനും സാധിച്ചു. ഇന്നലെ വളരെ മനോഹരമായ രീതിയിൽ പട്ടണ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ദേശത്തിനും ജനങ്ങൾക്കും വളരെയധികം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട ജെയ്മോനച്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ബഹുമാന്യനായ MLA പറഞ്ഞതുപോലെ കടുത്തുരുത്തി പഞ്ചായത്തിന്റെ 19 വാർഡിലും നമ്മുടെ ഈ സഹായം കിട്ടാത്ത ആളുകളില്ല എന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് തന്നെ 19 വാർഡിലെയും എന്ത് ആവശ്യമാണ്, ഏറ്റവും അർഹതയുള്ളവരാരാണെന്ന് അതാത് മെമ്പർമാരോട് ചോദിച്ചാണ് ജെയ്മോനച്ചൻ സഹായം എത്തിക്കുന്നത്. തീരെ ഇവിടെ വരാൻ വയ്യാതെ തീരെ കിടപ്പിലായവരെ വീടുകളിൽ ചെന്ന് പോലും കണ്ട് പ്രാർത്ഥിച്ച് അവർക്കുള്ള സഹായം കൂടി കൊടുക്കാനായിട്ട് സന്മനസ് കാണിക്കുന്നുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ വാർഡിലേക്ക് വാക്കർ ഒരാവശ്യം ഉണ്ടായിരുന്നു, കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു. എന്തായാലും അന്ന് വൈകുന്നേരം തന്നെ എന്നെ തിരിച്ചു വിളിച്ചു പറഞ്ഞു, വാക്കർ ഇന്ന് കൊടുക്കുന്നതാണ്. അപ്പൊ ഏറ്റവും സ്നേഹത്തോടെ തന്നെ നന്ദി പറയുന്നു. നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആളുകൾ, ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒത്തിരി ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. വാക്കർ മേടിക്കാനോ വീൽ ചെയർ മേടിക്കാനോ ഒന്നും സാധിക്കാത്തവരുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. മന്ത്രിവേദി PHSയിലേക്ക് വാക്കർ, വീൽ ചെയർ ഉൾപ്പെടെ കട്ടിൽ ഉൾപ്പെടെ സഹായം എത്തിച്ചു. അത് 19 വാർഡിലെയും അർഹരായ ആളുകൾക്ക് അത് എത്തുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടക്കുന്നു. അതുപോലെ ഇപ്പൊ വത്സമ്മ ടീച്ചറിന്റെ ഉല്ലാസ വീട് കുട്ടികളെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും നമ്മുടെ വാർഡിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ചോദിച്ച് മേടിക്കുന്നുണ്ട്. അതും നമുക്ക് സഹായമാണ്. ഏറ്റവും കാര്യങ്ങളാഗ്രഹമായ ആളുകളുടെ കൈകളിലേക്ക് തന്നെ എത്തിക്കൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ തന്നെ വിവിധ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്നു. അതോടൊപ്പം 14ാമത് ടോക്കണാണ് ഇന്നിവിടെ പഞ്ചായത്ത് ഏറ്റുവാങ്ങുന്നത്. കഴിഞ്ഞ 13 ടോക്കണും അർഹരായവരുടെ കൈകളിലേക്ക് തന്നെ എത്താനായിട്ടും സാധിച്ചിട്ടുണ്ട് എന്ന് ഏറ്റവും സന്തോഷത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് പെൻഷൻ വിതരണമുണ്ട്. അത് ചെറിയ തുകയാണെങ്കിൽ പോലും അത് കിട്ടുന്നവർക്ക് ഒരു വലിയ കാര്യമാണ്. ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ ജെയ്മോനച്ചിന്റെ നേതൃത്വത്തിൽ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ തന്നെ അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ 14ാമത് ഡയാലിസിസിന്റെ ടോക്കൺ വിതരണവും 10ാം വാർഡിലേക്ക് ഒരു ക്യാൻസർ കെയർ അതിന്റെ ടോക്കൺ വിതരണവും ഇപ്പോൾ അഭിവന്യ തിരുമനസ്സുകൊണ്ട് നിർവഹിക്കും. സെന്റ് ആൻഡ്രൂസ് ജാക്കബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ, എനിക്ക് തോന്നുന്നു അതിൻ്റെ പിറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബീജോപാപം നമ്മുടെ അഭിവന്യ തോമസ് മാർ തിമോത്തിയോസിന് മനസ്സുകൊണ്ടാണ്. 1991 മെത്രാപ്പൊലീത്തയാകുമ്പോൾ ബാഹ്യ കേരള ഭദ്രാസനത്തിൻ്റെ ചുമതലയാണ് അഭിവന്യ തിരുമനസ്സിനുണ്ടായിരുന്നത്. താൻ പ്രവർത്തിച്ച ഇടങ്ങളിലെല്ലാം മിഷൻ എങ്ങനെ നിവർത്തിക്കണം എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണങ്ങളായി ലാത്തൂർ ഭൂകമ്പം നടന്നപ്പോൾ അതിൻ്റെ ബാക്കിയായി. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വിവിധ തലങ്ങളിലുള്ള ഇടങ്ങളിൽ പല കാര്യങ്ങൾ ആരംഭിച്ചത് ഈ പരിശുദ്ധ സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ എന്നും മറക്കാനാവാത്ത വലിയ സംഭാവനകളാണ്. ആ നിലയിലെ കോട്ടയം ഭദ്രാസന ചുമതലയിലിരിക്കുമ്പോൾ നിവർത്തിച്ച ഒന്നാണ് ഈ സെന്റ് ആൻഡ്രൂസ് ജാക്കബൈറ്റ് സിറിയൻ കോൺഗ്രിഗേഷൻ. ഈ അന്ത്രയോസ് ശ്ലീഹായുടെ നാമത്തിലൊരു ദേവാലയം ഉണ്ടാകണമെന്നും അതിൽ ഇതുപോലൊരു മിഷൻ നടക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ
തമ്പുരാൻ നൽകിയതുപോലെ പ്രിയപ്പെട്ട ജയമോനച്ചനെ തിരുമേനിക്ക് ലഭിച്ചു. അവരുടെ രണ്ടുപേരുടെയും ആലോചനയിലും പ്രാർത്ഥനയിലും ഇന്ന് ഈ ദേശത്തിന് വിളക്കായി ഈ കോൺഗ്രിഗേഷൻ ഏറ്റവും ഉത്തരോത്തരം വളരുമ്പോൾ തീർച്ചയായും പരിശുദ്ധ സഭ നമ്മൾ ചെന്നു നേർന്നിരിക്കുന്ന എല്ലാവരും വിദേശത്തിൽ അഭിമാനിക്കുന്നു. ഇപ്പോൾ ഈ യോഗത്തിന് അധ്യക്ഷ പ്രസംഗം നിർവഹിക്കാൻ തക്കവണ്ണം നമ്മുടെ പിതാവായ അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയെ നമുക്ക് നല്ലൊരു കൈയടിയോടുകൂടെ സ്വാഗതം ചെയ്യും. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം കരയറ്റുന്നു. ബഹുമാനപ്പെട്ട ജയ്മോൻ പുത്തൂർക്കുള്ളച്ചൻ, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, വിശിഷ്ടാതിഥികളെ, ഈ വേദിയിലും സദസ്സിലും ഒക്കെയുള്ള എല്ലാവരുമേ വളരെ സന്തോഷമുണ്ട്. ഈ കോൺഗ്രിഗേഷൻ്റെ ഈ വാർഷിക മീറ്റിങ്ങിലേക്കും അതുപോലെ തന്നെ ഈ പെരുന്നാളിലേക്കും കടന്ന് വരുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു പ്രശാന്തമായ ഒരു നദി, ഒരു കുളത്തിലേക്ക് ഓളങ്ങളൊന്നുമില്ലാതിരിക്കുന്ന അവസരത്തിൽ ഒരു ചെറിയ കല്ല് അതിലേക്ക് ഇടുമ്പോൾ ഓളങ്ങൾ അത് അടങ്ങാതെ ഒന്നിനൊന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സമൂഹത്തിൽ നന്മ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കുമ്പോഴും ഒരു ചെറിയ തുടക്കമായിട്ട് ആരംഭിക്കുന്നത് അത് പിന്നീട് വലിയ പ്രവർത്തനമാവും പ്രസ്ഥാനമാവും തീരും. ബഹുമാനപ്പെട്ട ജയ്മോനച്ചൻ എൻ്റെ കൂടെ ബോംബെയിലുണ്ടായിരുന്നു. അച്ഛനെ ഡൽഹിയിൽ പഠിക്കുവാനായിട്ട് ഞാൻ അയച്ചു. അങ്ങനെ അനേക വർഷങ്ങളിലെ പരിചയം അച്ഛനുമായിട്ടുണ്ട്. അച്ഛന് പട്ടം കൊടുക്കുവാൻ ഇടയായി തീർന്നു. കേരളത്തിൻ്റെ വെളിയിൽ അദ്ദേഹം സേവനം ആരംഭിച്ചു. പിന്നീട് ഇവിടേക്ക് വന്നു. ഇവിടെ ഈ മുട്ടുചിറയിൽ ഇങ്ങനെ ഒരു ചെറിയ ആരാധന ആരംഭിക്കുമ്പോൾ ആരാധന മാത്രമല്ല, അതോടുകൂടി സാമൂഹ്യ പ്രവർത്തനവും നിവർത്തിക്കുവാൻ അച്ഛൻ തയ്യാറായി. അതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സേവന രംഗങ്ങൾ. ഇത് അനേകരുടെ പിന്തുണയോടെയാണ്. അത് ആ ഓളങ്ങൾക്ക് തുല്യമാണ്. ചെറിയ ഒരു തുടക്കം, അതിൽ നിന്ന് ഒരു ജലാശയത്തിൽ ഓളങ്ങൾ അടങ്ങാതെ ഇങ്ങനെ ഒന്നിനൊന്നായി വന്നു കൊണ്ടിരിക്കുന്നത് പോലെ അനേകർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്, ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടുത്തെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പകലെല്ലാം ചെലവഴിക്കുന്ന കുര്യാക്കോസ് ചേട്ടനെ പോലുള്ളവരുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ തുടക്കമായി ആരംഭിച്ചു എങ്കിൽ തന്നെയും ഇന്ന് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വളർച്ച എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള വളർച്ചയല്ല, എല്ലാവരുടെയും നന്മയിലുള്ളതായ വളർച്ചയാണ്. എല്ലാവരുടെയും രോഗാവസ്ഥയിലിരിക്കുന്നവർക്ക് അവർക്കുള്ള സഹായം, അതുപോലെ തന്നെ നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വോക്കർ, അതുപോലെയുള്ളതായ കാര്യങ്ങൾ നൽകുന്നതിലൂടെ, അങ്ങനെ മറ്റനവധിയായിട്ടുള്ള കാര്യങ്ങളിലൂടെ ജനനന്മയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായ പ്രവർത്തനങ്ങൾ, അത് ആരാധനയും പ്രവർത്തനവും അല്ലെങ്കിൽ പ്രവൃത്തിയും വിശ്വാസവും ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകുന്നതായ ഒരു നടപടിക്രമമാണ്. അതിൽ ബഹുമാനപ്പെട്ട ജയ്മോനച്ചൻ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അച്ഛനോട് ചേർന്ന് ഡോക്ടർ എബിസൺ ഫിലിപ്പ് ആദിയായിട്ടുള്ള അനേകരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഉള്ളതിൽ വളരെയധികം സന്തോഷം ഉണ്ട്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത് കൂടുതലായിട്ട്
അനുഗ്രഹത്തിനായി തീരണം, നന്മയ്ക്കായി തീരണം, ഈ സമൂഹത്തിൻ്റെ ജനക്ഷേമത്തിനായി തീരണം. അങ്ങനെ ഒരു സന്തോഷ അനുഭവം അനേകർക്ക്, അല്ലെങ്കിൽ ദൈവരാജ്യ മൂല്യം, ദൈവരാജ്യ അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നമുക്കറിയാം, കർത്താവായ യേശുമിശിഹ 3-3.25 വർഷക്കാലം പ്രവർത്തിച്ചപ്പോൾ രോഗികൾക്ക് സൗഖ്യം നൽകി, മനോവേദനയിലിരുന്നവർക്ക് ആശ്വാസം നൽകി, പീഡിതർക്ക് വിടുതൽ നൽകി എന്ന് വേണ്ട, അത് അങ്ങനെയുള്ളതായ കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണല്ലോ സഭ എല്ലാ കാലത്തും എല്ലാ ഇടത്തും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ നല്ല മനുഷ്യരിലൂടെയാണ് നിർവഹിക്കുന്നത്. ഇവിടെ ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് ഇതുപോലൊരു ചെറിയ കോൺഗ്രിഗേഷൻ ആരംഭിക്കുവാനും അതിലൂടെ ജനനന്മയെ മുൻനിർത്തി പ്രവർത്തിക്കുവാനായിട്ട് ഒരു കൂട്ടം ആളുകളെ ഒരുക്കിയതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇതിന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അച്ഛനോടുകൂടി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു, അച്ഛനെ അഭിനന്ദിക്കുന്നു. നമുക്ക് ഇത് ഒരു വലിയ സേവന രംഗമായിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ കടുത്തുരുത്തി പഞ്ചായത്തിലെ നിർധന കുടുംബങ്ങൾക്കുള്ള പെൻഷൻ വിതരണം അഭിനന്ദി മനസ്സുകൊണ്ട് നിർവഹിക്കുകയാണ്. ഓരോരുത്തരായിട്ട് മുൻപോട്ട് കടന്നു വന്ന് അഭിനന്ദി മനസ്സിൽ നിന്ന് അത് സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വളരെ വേഗം കടന്നു വരണം, നമുക്ക് സമയം അധികം കളയാതെ അക്കാര്യം നിർവഹിക്കേണ്ടതുണ്ടല്ലോ. ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത് പത്രോസ് മാർ ഒസ്താത്യോസ് മെമ്മോറിയൽ ആയിട്ടാണ്. അഭിവന്യ പിതാവിൻ്റെ പരിശുദ്ധ സഭയിൽ നൽകിയ ശുശ്രൂഷകളെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. കടുത്തുരുത്തി പഞ്ചായത്തിലെ നിർധന കുടുംബങ്ങൾക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ മുൻപോട്ട് കടന്നു വന്ന് അഭിവന്യ പിതാവിൽ നിന്ന് അത് സ്വീകരിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി പരിശുദ്ധ സഭയിൽ അനുഗ്രഹപ്രദമായി പ്രവർത്തിക്കുന്ന മോർ അന്തോണിയോസ് ഓൾഡ് ഏജ് ഹോമിലേക്കുള്ള ധനസഹായം, അത് ഇപ്പോൾ അഭിനന്ദന മനസ്സുകൊണ്ട് ആ പ്രസ്ഥാനം അതിൻ്റെ നിറവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെതായ പ്രത്യേകമായ ദൈവം നൽകിയ നൽവരങ്ങൾ കൊണ്ട് ഏറ്റവും ഭംഗിയായി ആ ഓൾഡ് ഏജ് ഹോം നിവർത്തിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന വന്യ തെക്കേക്കര ജോസഫ് അച്ഛന് അഭിനന്ദന മനസ്സുകൊണ്ട് ഇപ്പോൾ നൽകുന്നു. 25,000 രൂപയാണ് ആ കാര്യത്തിലേക്ക് ധനസഹായമായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ സമയത്ത് എല്ലാവർക്കും ഇരിക്കാം. മറുപടി പ്രസംഗം റവറൻഡ് ഫാദർ ജോസഫ് തെക്കേക്കര. ബാറക്കുമോർ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയും പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ എപ്പിസ്കോപ്പൽ സിനോദോസിന്റെ സെക്രട്ടറിയും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിനന്ദ പിതാവായ ഡോക്ടർ തിമോത്തിയോസ് തോമസ് മെത്രാപ്പൊലീത്ത തിരുമേനിസ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത എത്രയും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, ബഹുമാനപ്പെട്ട വൈദികരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ളവരെ, ഈ ജയ്മോൻ അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഞ്ഞിനിക്കര ദേറായിൽ ഞാനൊരു വൈദിക വിദ്യാർത്ഥിയായി അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പെന്തക്കോസ്തേ പെരുന്നാളിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ ശമാസനായിരിക്കുമ്പോൾ അവിടെ കടന്നു വന്നതാണ്. തുടർന്ന് ഒരു വൈദികനായി ബലഹീനായി ഞാൻ മേക്കടമ്പ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ ഒരു ശുശ്രൂഷകനായി ശുശ്രൂഷ നിർവഹിക്കുമ്പോഴാണ്
വീണ്ടും ആ പരിചയം ഒന്ന് പുതുക്കുവാനായിട്ട് സാധിച്ചത്. തുടർന്നുള്ള അങ്ങോട്ടുള്ള ാണ് അച്ഛൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പോരാൻ എല്ലാവരും തന്നെ ഉത്സാഹം കാണിച്ചു. ബഹുമാനപ്പെട്ട മുരിയഞ്ചേരി ലളിത ചേട്ടൻ്റെയും കുടിയിരിക്കൽ ഷാജി ചേട്ടൻ്റെയും നേതൃത്വത്തിൽ ഒരു ട്രാവലർ ക്രമീകരിച്ച് ഇന്നിവിടെ അവിടെ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട അച്ഛനോടും അഭിമന്യ തിരുമനസിനോടും കൂടി വന്നിരിക്കുന്ന എല്ലാവരോടുള്ളതായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുറക്കുന്നു അച്ഛനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾ ആ പ്രസ്ഥാനം ഏറ്റവും ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട 30 പേരോളം നെട്ടുപ്പാട പള്ളിയിൽ നിന്ന് കടന്നു വന്നത് പ്രിയപ്പെട്ട ജയമനച്ചൻ ഓർപ്പിക്കായിരുന്ന ഒരു വലിയ നന്മയാണ്. ആ വന്നവരെയും പ്രത്യേക സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട ജയമോനച്ചൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 2 പേരാണ് ഇപ്പോൾ വേദിയെ അലങ്കരിക്കുന്നത്. ഒന്ന് അഭിമന്യ തിരുമേനിയാണെങ്കിൽ മറ്റൊന്ന് ശ്രീമതി വത്സമ്മ ടീച്ചറാണ്. ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പകൽ വീട് ഉല്ലാസ വീട്ടിലേക്കുള്ള വാക്കർ വിതരണം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ മറുപടി പ്രസംഗം, അനുമോദന പ്രസംഗം ശ്രീമതി വത്സമ്മ ടീച്ചർ നിർവഹിക്കും. ഇവിടെ ഈ മീറ്റിങ്ങിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തോമസ് മോർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത, ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്ന മോൻസ് ജോസഫ് MLA, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ജയ്മോൻ അച്ഛ, ദൈവത്തിൻ്റെ ഈ പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ദൈവജനങ്ങളെ, ഏതാണ്ട് ഒരു 4 വർഷം മുമ്പ് നമ്മുടെ ജയ്മോൻ അച്ഛൻ ഒരു കൊച്ചു വിത്ത് കൊണ്ടേ മുട്ടിയറ പള്ളിയുടെ അവിടെ കടയുടെ വാതിൽ കുഴിച്ചിട്ടതാണ്. അത് വളർന്ന് പന്തരിച്ച് പടന്നിപ്പം ഒരു 4 വർഷം കൊണ്ട് ഒരു വലിയ വടവൃക്ഷം പോലെ ആയിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലേ ഏതാണെന്നും. അതിലിപ്പം മുട്ടിയറ കരയിലും കടുത്തുരുത്തി പഞ്ചായത്തിൽ മുഴുവൻ സുഗന്ധം വരുത്തുന്ന പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അച്ഛൻ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആ വാക്കുകൾ അതുപോലെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരച്ഛനാണ്. എന്താണ് കർത്താവ് ദൈവം പറഞ്ഞിരിക്കുന്നത്? എന്താ ഈശോ പറഞ്ഞതാണ്? നിങ്ങൾ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബലി വേണ്ടെന്നല്ല, ബലി വേണം. പക്ഷേ ബലിയേക്കാൾ അധികമായിട്ട് മനസ്സ് കരുണ നിറഞ്ഞതായിരിക്കണം. അച്ഛൻ അതിനൊരു ഉത്തമ ഉദാഹരണമാണെന്ന് ഇപ്പം എത്രയോ മീറ്റിങ്ങുകളിൽ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞല്ലേ. പാവപ്പെട്ടവരെയും കുട്ടിയറക്കരയിലും കടുത്തുരുത്തി പഞ്ചായത്തിലുള്ള എല്ലാ വാർഡുകളിലും നടന്ന് അവരുടെ വാർഡ് മെമ്പേഴ്സിന്റെ സഹായത്തോടെ സഹകരണത്തോടെ അവിടെ കിടക്കുന്ന അശരണരും ആലംബഹീനരും അഗതികളും രോഗികളും ആകുലരുമായിട്ടുള്ള എല്ലാ ആളുകളെയും അച്ഛനിപ്പം ഇടവക്കാരായി ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് അറിയാം. എല്ലാവരെയും കാണുകയും അവരുടെ സങ്കടങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും അവരവർക്ക് ആവശ്യമുള്ള സാമ്പത്തിക സഹായം, ശരീര സഹായം, പ്രാർത്ഥനാ സഹായം എല്ലാം വിതരണം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കൊച്ചച്ഛൻ. നല്ലൊരു മധുരം ഓർമ്മ അല്ലേ? പക്ഷേ ആ മധുരം എനിക്ക് ഇരട്ടി മധുരമാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? എല്ലാവർക്കും കിട്ടുന്ന മധുരത്തേക്കാൾ ഇരട്ടി മധുരം എനിക്കുണ്ട്. അച്ഛൻ്റെ അമ്മച്ചിയോട് വന്നിട്ടുണ്ടല്ലേ, അമ്മച്ചിക്കൊക്കെ തോന്നുന്ന പോലെ ഒരു ഇരട്ടി മധുരം എനിക്കുണ്ട്. കാരണം ഞാൻ പഠിപ്പിച്ച ഒരു കൊച്ച എൻ്റെ ഒരു മോൻ തന്നെയാണ്. അതുപോലത്തെ ആ സന്തോഷവും സംതൃപ്തിയും ബഹുമാനപ്പെട്ട പിതാവിനും കാണും, ആദരണീയനായ പിതാവിനും ഉണ്ടാവും. കാരണം പിതാവാണ് അച്ഛനെ പട്ടം കൊടുത്തതെന്ന് പറഞ്ഞു, അതുപോലെ പഠിപ്പിച്ചതും പറഞ്ഞു വിട്ടതും എല്ലാം. അതൊരു അഭിമാനത്തോടെ അത് കാണുന്ന അച്ഛനെ കാണുമ്പോഴും അച്ഛൻ്റെ ഓരോ പ്രവർത്തനം കാണുമ്പോഴും എനിക്ക് വലിയ സന്തോഷം. ദൈവത്തിന് ഞാൻ 1000-10,000 നന്ദി പറയാറുണ്ട്. കാരണം എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളും പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ട് കിടക്കാൻ. ചെറുപ്പം മുതൽ എൻ്റെ ഒരു രക്തത്തിൽ ചേർന്നിരിക്കുന്ന ഒരു ഹോബിയാണ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കണം. അതുപോലുള്ള സ്വഭാവ ഗുണങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഈ പള്ളിയും ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഉത്തരോത്തരം വളർന്ന് പന്തലിച്ച് നാട് മുഴുവൻ എല്ലാവർക്കും നന്മ നൽകുന്ന ഒരു നന്മ മരമായി മാറട്ടെ. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സമർത്ഥമായി അനുകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട ടീച്ചറിനോട് നന്ദി അറിയിക്കുന്നു. കേരളത്തിന് പുറത്ത് പലവിധ ജോലികളുമായി പോയ ആളുകൾ ചെന്ന ഇടങ്ങളിലെല്ലാം തങ്ങളുടെ ജീവിത പ്രതിസന്ധികൾക്ക് ഒരു നിമിഷം തമ്പുരാന്റെ സന്നിധിയിൽ അഭയം തേടാൻ തങ്ങളുടെ ഇല്ലായ്മകളുടെ നടുവിലും ചെറിയ ചെറിയ ദൈവാലയങ്ങളുടെ സംവിധാനങ്ങൾ ആരംഭിച്ചു.
അത് പിന്നീട് വലിയ അനുഗ്രഹങ്ങളായിട്ടൊക്കെ അവിടെ വളർന്നിട്ടുണ്ട്. ഹൈദരാബാദ് പ്രദേശത്തേക്ക് തൻ്റെ യൗവന കാലത്ത് കടന്നു ചെന്ന് അവിടുത്തെ ദൈവാലയ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിച്ച് തൻ്റെ ജന്മനാടായ പിറവത്തേക്ക് മടങ്ങി വന്ന് അഭിമന്യ തിരുമനസിൻ്റെ ഒക്കെ വലിയ സ്നേഹ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിയ ശബരിയാർ ചാക്കോ കിഴക്കേക്കര ഈ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പോൾ ആശംസാ പ്രസംഗം ശബരിയാർ ചാക്കോ കിഴക്കേക്കര. താങ്ക് യു. അഭിമന്യ തിരുമേനി, പ്രദേശത്തെ MLA മോൻസി ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങൾ, ബഹുമാനപ്പെട്ട ടീച്ചർ, ബഹുമാനപ്പെട്ട ഡോക്ടർ, എല്ലാ മുഖപരിചയം എനിക്ക് കൂടുതലും ഉണ്ടല്ലോ എല്ലാവരോടെയും. കാരണം ഇവിടുത്തെ വർഷത്തിൽ 2 പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പോകാറുണ്ട്. ജയമോനച്ചൻ്റെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, ഈ ദേവാലയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 3ാമത്തെ നിലയിൽ കയറിച്ചെല്ലാം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. 2 പ്രാവശ്യം വേണ്ടി അവിടെ പോയി കുർബാനയിൽ സംബന്ധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, ഈ സ്ഥലം അച്ഛൻ എന്നെ കൊണ്ട് വന്ന് കാണിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ ഇത് കിട്ടിയാൽ നമുക്ക് നല്ല ഗുണമായിരിക്കും, നമുക്കൊരു ദേവാലയം ഇവിടെ സ്ഥാപിക്കാം, തിരുവേനയുടെ ആശീർവാദം ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ കരുണയുമുണ്ട്. അങ്ങനെയാണ് അച്ഛൻ ഈ സ്ഥാപനം എങ്ങനെ ഉയർത്തിയെന്ന് എനിക്ക് തന്നെ അത്ഭുതം. പിറവത്തും പരിസരങ്ങളിലും ഓരോ വീടുകളിലും കയറി ഇറങ്ങി യാചിച്ച് ഉണ്ടാക്കിയതാണ് ഈ ദേവാലയം. അതിന് എല്ലാ സപ്പോർട്ടും എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ തീമോഥെയോസ് തിരുമേനി. തിരുമേനിയുമായിട്ട് എനിക്ക് 35 കൊല്ലത്ത് തിരുമേനിയായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ദൈവം തമ്മിൽ എനിക്ക് തോന്നുന്നു. ഭാഗ്യകരണ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ മെമ്പറായിട്ടും ഭദ്രാസന സെക്രട്ടറി ആയിട്ട് ഏതാണ്ട് 8 വർഷവും അഭിമന്യ തിരുമേനിയോട് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ദൈവനീതി എന്നെ അനുഗ്രഹിച്ചു. അതെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരിമളമുള്ളവരും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായിരുന്നു ഈ 30 വർഷം. കേരളത്തിലെ സ്ഥിതി കേരളത്തിലെ പോലെയല്ല. ഓരോ പള്ളികളും അവിടെ ഉണ്ടാകുന്നത് കുറേ പേരുടെ അധ്വാനം, അതുകൊണ്ട് മാത്രമാണ്. അവിടെ യാചിച്ച് ഓരോ പള്ളിയുടെയും ഓരോ ബ്രിക്ക് ബൈ ബ്രിക്കാണ് ഞങ്ങൾ അവിടെ പണിയുന്നത്. അതിലൊക്കെ സംബന്ധിക്കുവാൻ അതിനനുഗ്രഹിക്കും എനിക്ക് ലഭിച്ചു. അതിന് പ്രധാന കാരണം അഭിമന്യ തിരുമേനി മാത്രമാണ്. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തിരുമേനിയുടെ അകമഴിഞ്ഞ സഹായങ്ങളും ഉപദേശങ്ങളും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ ദേവാലയത്തിലും ഇതിൻ്റെ പ്രവർത്തനത്തിൽ എൻ്റെ എളിയതായ ഒരു കഴിവ് ഞാൻ പ്രവർത്തിക്കുവാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി. ഈ പ്രദേശത്തും ഈ കടുത്തുരുത്തി ഭാഗത്ത് മാത്രമല്ല, ഈ പ്രദേശങ്ങളിലെല്ലാം ഇതിൻ്റെ പരിമളം പടരട്ടെ. ജയമാനച്ചൻ്റെ ഈ പ്രവർത്തനത്തിന് ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഇനിയും ഇവിടെ നമുക്കൊരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമുണ്ട്. എന്തെങ്കിലും ഒരു ആതുര സേവനത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ്ട് 10 സെൻറ്റ് കൂടുതലായിട്ടുള്ളൊരു ഭൂമി എന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ അഭിമന്യ തിരുമേനിയുടെ ആശിസ്സോട് കൂടി എന്തെങ്കിലും ഒരു ആതുര സേവനത്തിനുള്ള ഇതുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ദൈവം സാധിക്കും എനിക്ക് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ ദേവാലയം ഇവിടെ നിലനിർത്തിക്കൊണ്ട് അവിടെ നമുക്കൊരു ആതുര സേവന കേന്ദ്രമായി മാറ്റുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഭാവകങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ പ്രദേശത്തും ഈ ദേവാലയം മുഖേന ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തുതി.
ചെറിയ ചാക്കോക്കിലൊക്കെ കരിയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട വത്സമ ടീച്ചർ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട ജയ്മോനച്ഛൻ്റെ മാതാവിടെ ഉണ്ട്, ചേർന്ന് വന്നിരിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്ന ഈ സമയത്ത് മറക്കരുതാത്ത ഒരാളാണ് പ്രിയപ്പെട്ട ജയ്മോൻ്റെ അമ്മായി സൂസൻ ജയ്മോൻ. കുവൈറ്റിലായിരിക്കുന്നു. ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം എല്ലാ കാര്യങ്ങൾക്കും തന്നെ വേണ്ട അമ്മായിയെയും കുഞ്ഞിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ ഈ യോഗം കൂടെ പരിസമാപിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ഈ കോൺഗ്രിഗേഷൻ്റെ മറ്റൊന്നായി പ്രവർത്തിക്കുന്ന ഡോക്ടർ എബിസൺ ഫിലിപ്പിനാച്ചു. പരിശുദ്ധ യാക്കോബായ സഭയുടെ എപ്പിസ്കോപ്പൽ സെക്രട്ടറിയും കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലിത്തയുമായ അഭിനന്ദ തോമസ് മാർ തിമോത്തിയോസ് തിരുമനസുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുത്ത ആദരണീയനായ MLA ശ്രീ മോൻസ് ജോസഫ്, മറ്റ് ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട ചാക്കോ സാർ, പ്രിയപ്പെട്ട വത്സമ ടീച്ചർ, ജയമനച്ച, മറ്റ് വേദികരെ, കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹം. 5 വർഷം മുമ്പ് വളരെ യാദൃശ്ചികമായിട്ടാണ് ജയമനച്ചനെ പരിചയപ്പെടാൻ സാധിച്ചത്. മഹാപരിശുദ്ധനായ ഏലിയാസുദ്ദീൻ ബാവയുടെ പദയാത്ര കടന്നു പോകുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ വീട്ടിൽ ജയമോനച്ചൻ വരികയും അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. ഫോൺ നമ്പർ പരസ്പരം കൈമാറി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് വിളിച്ചു ചോദിച്ചു, ഡോക്ടർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു സ്ഥലം വാടകയ്ക്ക് കിട്ടുമോ, നമുക്ക് അവിടെ ചെറിയൊരു കോൺഗ്രിഗേഷൻ തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ ആരും ഇല്ലല്ലോ, അവിടെ ഞാനും ഉണ്ട്. അന്ന് അച്ഛൻ പറഞ്ഞു, കുര്യാക്കോസ് അച്ഛൻ ഇവിടെ ഉണ്ട്, സാരമില്ല, എന്തെങ്കിലും വരട്ടെ, ദൈവം നമ്മളെ സഹായിക്കും. അപ്പം ഇന്ന് തിരുമേനിയോടുകൂടെ ആലോചനയ്ക്ക് ശേഷം തിരുമനസിൻ്റെ അനുഭവത്തോടു കൂടി ഒരു വാടക കെട്ടിടത്തിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ പ്രസ്ഥാനം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇന്ന് ഈ കടുത്തുരുത്തി പ്രദേശത്ത് എല്ലാവർക്കും സഹായം എത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ കോൺഗ്രിഗേഷൻ്റെ നാമകരണം തന്നെ ചെയ്ത് ഇതിനു വേണ്ടിയ എല്ലാ സഹായങ്ങളും ചെയ്യുകയും എന്ത് ആവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും നമ്മുടെ എല്ലാ ആരാധനകളിലും പരിപാടികളിലും പങ്കെടുക്കുകയും ഇന്ന് ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മളെ ദൈവത്തിൽ സമർപ്പിക്കുകയും ചെയ്ത അഭിനന്ദ പിതാവ് തോമസ് മാർ തിമോത്തിയോസ് തിരുമനസിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹപ്രദമായിരിക്കുകയാണ്. അഭിനന്ദ തിരുമനസിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ കോൺഗ്രിഗേഷന്റെ പേരിൽ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തൻ്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഇവിടെ വരികയും ഈ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ഏറ്റവും ആദരണീയനായ ശ്രീമാൻ മോൻസ് ജോസഫ് MLAക്കും ഈ കോൺഗ്രിഗേഷന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ വന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ PV സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ജിൻസി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വത്സമ ടീച്ചർ, ഏറ്റവും ബഹുമാനപ്പെട്ട ഷെലിയർ ചാക്കോ സാർ, ഇവർക്കെല്ലാവർക്കും ഈ കോൺഗ്രിഗേഷന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. ഈ പെരുന്നാൾ ദിവസങ്ങളിൽ ഇവിടെ വന്ന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും എല്ലാ സഹായങ്ങളും നൽകുകയും ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെയും ഈ തരുണത്തിൽ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകിയ ബ്രദേഴ്സ് കുറുപ്പന്തറ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ഈ ശുശ്രൂഷയിൽ വളരെ ഭംഗിയായി ക്രമീകരിക്കുകയും ചെയ്ത ഗായക സംഘത്തിനും പ്രത്യേകം നന്ദി ഈ ഇടവകയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു. എല്ലാ ദിവസവും ഇവിടെ വരികയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ഈ പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്ത
എല്ലാ വിശ്വാസികളെയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ജയമോനച്ചന് നന്ദി പറയാൻ വിട്ടുപോയതല്ല. ജയമോനച്ചന് നന്ദി അറിയിക്കേണ്ട ഒരു ആവശ്യമില്ല. ജയമോനച്ചനാണ് ഇതിൻ്റെ ജീവനാടി. അപ്പം ജയമോനച്ചന് നമ്മളൊരു നന്ദി രേഖപ്പെടുത്തി അതൊരു അധികപ്പറ്റാകും എന്നൊരു ഇതുള്ളത് കാരണം എങ്കിലും ഔദ്യോഗികമായ നിർവഹണം എന്ന രീതിയിൽ ജയമോനച്ചന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ലൈവ് കവറേജ് കൊടുക്കുന്ന നമ്മുടെ മണ്ണാട് പള്ളിയുടെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പരിപാടികൾ മുഴുവൻ ഈ 4 ദിവസവും ലൈവായിട്ട് യൂട്യൂബിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഈ പ്രസ്ഥാനം ഏറ്റവും ഭംഗിയായിട്ട് പോകുമ്പോൾ എല്ലാവരും ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട കുര്യാക്കോസ് ചേട്ടനെ, പ്രിയപ്പെട്ട ഡോക്ടറെ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മോനിച്ചനെയും ഷാലിയെയും മറക്കാനൊക്കില്ല. അവർ കോട്ടയത്തു നിന്ന് ഇവിടെ വന്ന് പ്രത്യേകിച്ച് തിരുമേനിമാരെ കടന്നു വരുമ്പോൾ ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ സഹകരിക്കുന്ന അവരെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ ഈ പരിപാടികളുടെ അനുഗ്രഹകരമായിട്ട് അവസാനിക്കുന്നു. തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ആശീർവാദം നൽകിക്കൊണ്ട് തിരുമേനി എനിക്ക് തോന്നുന്നു നമുക്ക് അന്ത്രയോസ് ശ്ലീഹായുടെ തിരുമേനിയുടെ വലിയ ബന്ധം പ്രാർത്ഥനയ്ക്ക് കൂത്തുമ്മയ്ക്ക് ഉപയോഗിക്കാവുന്ന ഗീതങ്ങൾ തിരുമേനി ചിട്ടപ്പെടുത്തിയ കാര്യം വന്യ ജയമോനച്ചൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ഗായക സംഘം പുറത്തോട്ട് തങ്ങുമ്പോൾ പാട്ടുന്നതോടെ പാടും. അതിന്റെ കോപ്പികൾ ഇവിടെ ലഭ്യമായിട്ടുണ്ടെന്നുള്ള കാര്യവും എല്ലാവരുടെയും സ്നേഹത്തെ അറിയിക്കുന്നു. ഇപ്പോൾ ആശീർവാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാപുത്രന്റെ കൃപയും വിശുദ്ധ ഊഹായുടെ സംബന്ധ ആവാസവും നിങ്ങൾ എല്ലാവരുടെ മേലും എപ്പോഴും എന്നാളുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.